ഒയാസിസ് മീഡിയയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശവം ഉയർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പലയിടങ്ങളിലും നവപ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഒരു ആത്മീക ആവേശത്തിന്റെ പേരിൽ ആളുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് മൃതദേഹം വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? അതിന് തെറ്റില്ല എന്നും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നും അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നും പറയുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് സമീപനമാണ് ഈ ഒരു പ്രവണതയോട് കാണിക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ ബൈബിളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില ആശയങ്ങൾ പറയാം. മനുഷ്യനെന്ന നിലയിൽ നമുക്കെല്ലാം മരണമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സർവ്വസാധാരണമായ ഒരു പറച്ചിലുണ്ട്, ജനിച്ചാൽ എല്ലാവരും മരിക്കും. പക്ഷെ അതിനൊരു തിരുത്ത് പുതിയ നിയമം വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. ജനിച്ചാൽ എല്ലാവരും മരിക്കയില്ല. കാരണം യേശുക്രിസ്തുവിന്റെ പുനരാഗമന വേളയിൽ നമ്മൾ ക്രിസ്തു ഭക്തരായി ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം പോകും എന്നതാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ചിന്ത. എന്നാൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബൈബിൾ ആകമാനം പരിശോധിക്കുമ്പോൾ അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വിരലിൽ എണ്ണാവുന്ന ആളുകളും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. പഴയ നിയമ സംഭവങ്ങൾ നമുക്ക് വിടാം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ 2-3 പേരെയാണ് ഉയർപ്പിച്ചിട്ടുള്ളത്. ലാസറും നയിലിലെ വിധവയുടെ മകനും ശതാധിപന്റെ ബാല്യക്കാരൻ. അപ്പസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ തബീത്തയും യൂത്തിക്കോസും ഇവരെയൊക്കെ നമ്മൾ കാണുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലയളവും പരിശോധിച്ചാൽ വിരലിൽ എണ്ണാവുന്ന ആളുകളും അപൂർവമായ ഇത്തരം ചില ഉയർത്തെഴുന്നേൽപ്പുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഒരാവശ്യകത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സുമനസ്സുകളായിട്ടുള്ള ആളുകൾ, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യര് ദൈവത്തിന് ഇന്നും ആളുകളെ ഉയർപ്പിക്കാൻ കഴിയുകയില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതിൽ തെറ്റ് പറയാനാകില്ല. അതിൻ്റെ ഉത്തരം ദൈവത്തിന് ഇന്നും ഉയർപ്പിക്കാൻ കഴിയും. കാരണം ദൈവം സർവശക്തനാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ അതിൻ്റെ ബൈബിളികമായ ചിന്ത എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിലെ ഒരപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ ആയുസ്സിനെ കുറിച്ച് നമുക്ക് തരുന്ന ചിന്ത എന്താണ്?
ഏറെയായാൽ 80 എന്നാണ്. സമകാലീന മരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രായത്തെക്കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ആ 80 വളരെ താഴേക്ക് പോന്നിരിക്കുകയാണ്. ഞാന് അല്പം സരസമായിട്ട് പറയാറുണ്ട്, ഒരു 40 മുതൽ 55 വരെ നമ്മളെല്ലാം അപകട മേഖലയിലാണ്. ഇതിനോടിടയ്ക്ക് മരണപ്പെട്ടില്ലെങ്കിൽ 55 കഴിഞ്ഞാൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടുമാണ്. പക്ഷെ ഏറിയ മരണവും നടക്കുന്നത് 40നും 55നും ഒക്കെ ഇടയിലാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 90കാരനോ 100 വയസ്സുള്ളവരോ ഒക്കെ മരിക്കുമ്പോൾ അവരെ നിർബന്ധമായും പോയി കാണണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അങ്ങനെ ആ പ്രായത്തിൽ മരിക്കുന്നവരെ ഇനിയും കാണാൻ കിട്ടുകയില്ല. അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. എന്തായാലും മൃതദേഹം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ആളുകളെ ആവേശം കൊള്ളിക്കുക, അതിൻ്റെ പേരിൽ വീരപരിവേഷം അണിഞ്ഞ് വേദികളിൽ വിലസുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സുവിശേഷ രംഗത്ത് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവും അപ്പോസ്തലന്മാരും അവരുടെ കാലത്ത് മരിച്ച എല്ലാവരെയും ഉയർപ്പിച്ചില്ല. അതവരുടെ പരിപാടിയേ അല്ലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തിന് സഹനത്തിന്മേലും മരണത്തിന്മേൽ പോലും അധികാരമുണ്ട് എന്ന് തെളിയിക്കേണ്ടതിന് ദൈവത്തിന്റെ പരമാധികാരഹിതത്തിൽ അപൂർവം സന്ദർഭങ്ങളിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്ന് മരിച്ചിട്ട് തിരിച്ചു വന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന പല സാക്ഷ്യം പറയുന്ന ആളുകളെയും പുസ്തകം എഴുതുന്നവരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ വെളിപ്പെടുത്താത്ത പുതിയ കാഴ്ചകൾ അവർ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേട്ട് രോമാഞ്ചമണിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഒരാൾ സ്വർഗത്തിലോ നരകത്തിലോ പോയി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമായിരുന്നുവെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പുതിയ നിയമത്തിൽ ലാസർ തന്നെയാണ്. പക്ഷെ ഞാൻ പുസ്തകം ആകമാനം പരിശോധിച്ച് നോക്കിയിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ലാസർ ഒരു വാക്കുപോലും ഉരിയാടിയില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവനെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മരിച്ച് സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി എന്ന് പറയുന്നവരുടെ ഒരാളുടെയും സാക്ഷ്യം ഇനിയും നമുക്ക് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വേണ്ട. അതിന്റെ സമ്പൂർണ്ണ വെളിപ്പാടുകൾ, നമ്മൾ അറിയേണ്ട അത്രയും കാര്യങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ, ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളതുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെറും അപഹാസ്യമായ ചടങ്ങുകൾ മാത്രമാണ്. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ സഭ മുമ്പോട്ട് വരരുത്. അത്യാവശ്യം വചനബോധ്യമുള്ള ആളുകൾ ആരും തന്നെ ഇങ്ങനെയുള്ള ഈ കലാപരിപാടികൾക്കൊന്നും പ്രോത്സാഹനം നൽകുകയും ഇല്ല. പറഞ്ഞു വരുന്നത്, മൃതദേഹം വെച്ച് പ്രാർത്ഥിക്കണമോ? പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ്. യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്ത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ അപൂർവം പേർ ഉയർത്തു എന്നത് വസ്തുതയാണ്. എന്നാൽ അത് ഒരാവശ്യകതയേ അല്ല.
അതിന്റെ ഉപദേശം രൂപപ്പെടുത്തുമ്പോൾ അപ്പോസ്തോലികമായ വിശദീകരണങ്ങളിൽ പിന്നീട് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതേക്കുറിച്ച് പരിശോധിക്കേണ്ടത്. എന്താണ് അപ്പോസ്തോലന്മാർ പറഞ്ഞത്? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ തെസ്സലോനിക്കയിലെ ചെറിയ കൂട്ടം വിശ്വാസികളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്ന് ക്രിസ്തീയ ഉപദേശമെല്ലാം രൂപപ്പെട്ടു വരാത്ത ആ കാലത്ത് അവരെ വിശ്വാസത്തിലേക്ക് നയിച്ച പൗലോസിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് മൃതദേഹം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞത് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നാണ്. അപ്പോൾ ഇന്ന് മൃതദേഹം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ കലാപരിപാടികൾ നടത്തുന്നവർ നിദ്ര കൊള്ളുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ബൈബിൾ ഉപദേശം അറിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിദ്ര കൊള്ളുന്നവർ അവർ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ അവർ ക്രിസ്തുവിനോടൊപ്പം വിശ്രാമത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും അവർക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. യേശു ക്രിസ്തുവിന്റെ പുനരാഗമന വേളയിൽ അവര് തിരിച്ചു വരും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ മരണപ്പെട്ടു പോകുന്ന ഒരാൾ അഥവാ ഉയർക്കണം എന്നുണ്ടെങ്കിൽ, ദൈവത്തിന് ഇന്നും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അതിലൂടെ ദൈവത്തിന്റെ നാമത്തിന് ഏതെങ്കിലും ഒരു മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നമ്മുടെ ആരുടെയും പ്രാർത്ഥന വേണമെന്നില്ല. ദൈവം അത് ചെയ്തുകൊള്ളും. അല്ലാതെ ഇത് സഭയുടെ വലിയൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് വേദികളിൽ മൃതദേഹം വെച്ച് പ്രാർത്ഥിക്കുന്നത് സഭയെ അപഹസിക്കലാണ്, ദൈവത്തിന്റെ വചനത്തെ അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്തെഫാനോസ് കൊല്ലപ്പെട്ടു, ആ മൃതദേഹം വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. യാക്കോബ് വാളിനാൽ കൊല്ലപ്പെട്ടു, മൃതദേഹം വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. പത്രോസ് വിടുവിക്കപ്പെടുകയും ചെയ്തു. ഒരാൾ വിടുവിക്കപ്പെടുകയും മറ്റൊരാൾ കൊല്ലപ്പെടുകയും ചെയ്യുക. ഇത് സഭയുടെ ഉപദേശമായിരുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്ത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ പരമാധികാര ഗൃഹത്തിൽ ദൈവം മരണത്തെയും അധികാരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ചിലത് നടന്നിട്ടുണ്ടെങ്കിലും അത് എല്ലാ കാലത്തും സഭ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഇത്തരം ബൈബിൾ വിരുദ്ധമായ പരിപാടികൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കരുത്. മരണപ്പെട്ടാൽ എത്രയും വേഗം അവരെ സംസ്കാര സമ്പന്നമായൊരു സമൂഹം ആദരവോടുകൂടെ ആ മൃതദേഹം സംസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാത്തതെല്ലാം ദൈവനാമത്തെ അപമാനിക്കലാണ്, ദൈവവചനത്തിന് വിരുദ്ധമായ കേവലം മനുഷ്യരുടെ മഹത്വത്തിനു വേണ്ടിയുള്ള കലാപരിപാടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുഭക്തൻ മരിച്ചാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. ജീവനോടെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന് എന്തെങ്കിലും മഹത്വം വരുന്നുവെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് മരണം എന്നത് ഏതോ ശാപഗ്രസ്തമായ ഒരു സാഹചര്യമല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട്
ദൈവവചനത്തെ നന്നായി മനസ്സിലാക്കുകയും ആ വചനത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ ഒരുക്കുകയും ചെയ്യുകയാണ് നേതാക്കന്മാർ എന്ന് പറയുന്നവർ ചെയ്യേണ്ടത്. അല്ലാതെ തികച്ചും ബൈബിൾ വിരുദ്ധമായ, അപ്രായോഗികമായ, അനാവശ്യമായ ആത്മീക പദ്ധതികൾ എന്ന് പറയുന്ന പരിപാടികളിലേക്ക് ജനങ്ങളെ വലിച്ചിഴയ്ക്കുന്നത് ഭോഷത്വമാണ്. ആരെങ്കിലും ഇന്ന് ഉയർക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആരെങ്കിലും മരണത്തിൽ നിന്ന് പ്രാർത്ഥന കൊണ്ട് ഉയർക്കുന്നെങ്കിൽ, അങ്ങനെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരുന്നു എങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ മൃതദേഹം വച്ച് പ്രാർത്ഥിച്ച് അത് ചീഞ്ഞു നാറുമ്പോൾ അതുപോലെ തന്നെ ദൈവനാമം ചീഞ്ഞു നാറുകയാണ് എന്ന് മനസ്സിലാക്കി ഇത്തരം ദൗത്യങ്ങളിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ദൈവം നമ്മളെ സഹായിക്കും.